യാക്കോബായ സുറിയാനി സഭയുടെ ആരാധനാ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറാനായ പെരുന്നാളുകളിലൊന്നാണ് ബെനഹ പെരുന്നാൾ. എല്ലാ വർഷവും ജനുവരി 6-നാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദനഹ എന്നത് ഒരു സുറിയാനി വാക്കാണ്. ഇതിന്റെ അർത്ഥം ഉദയം അല്ലെങ്കിൽ പ്രതീക്ഷീകരണം എന്നാണ്. ലോകത്തിന്റെ പ്രകാശമായ യേശുക്രിസ്തു യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചതിനെയാണ് ഈ ദിവസം അനുസ്മരിക്കുന്നത്. യാക്കോബായ സഭയുടെ വിശ്വാസപ്രകാരം ഈ ദിനം യേശുവിന്റെ മാമോദീസ മാത്രമല്ല, മറിച്ച് പരിശുദ്ധ തൃത്വത്തിന്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്. പുത്രനായ തമ്പുരാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ശബ്ദം ആകാശത്തു നിന്ന് കേൾക്കുന്നു. പരിശുദ്ധ റൂഹ പ്രാവ് പോലെ ഇറങ്ങി വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പരിശുദ്ധ തൃത്വത്തിന്റെ പ്രതീക്ഷീകരണം എന്നും വിളിക്കുന്നു. ദനഹ പെരുന്നാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് വെള്ളം വാഴ്. യേശു യോർദാനിൽ ഇറങ്ങിയപ്പോൾ ജലം വിശുദ്ധീകരിക്കപ്പെട്ടതിനെ ഇത് ഓർമ്മിപ്പിക്കുന്നു. വാഴ്ത്തിയ വെള്ളം വിശ്വാസികൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും പരിപാവനമായി സൂക്ഷിക്കുകയും രോഗാവസ്ഥയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. യാക്കോബായ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ദനഹ പെരുന്നാളിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ദനഹ പെരുന്നാൾ സഭയിൽ ആചരിച്ചു തുടങ്ങിയത് 3-ാം നൂറ്റാണ്ടിലാണെന്ന് കരുതപ്പെടുന്നു. 4-ാം നൂറ്റാണ്ടോടുകൂടി ഈസ്റ്റർ, പെന്തിക്കോസ്തി എന്നിവയ്ക്കൊപ്പം സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പെരുന്നാളുകളിലൊന്നായി ഇത് മാറി. യേശുവിനെ ലോകത്തിന്റെ പ്രകാശം എന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. രാക്കുഴി പെരുന്നാൾ. പണ്ട് കാലത്ത് ദനഹ ദിവസം പുലർച്ചെ വിശ്വാസികൾ നദികളിലോ കുളങ്ങളിലോ പോയി മുങ്ങിക്കുളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. യോർദാൻ നദിയിലെ സ്നാനത്തെ അനുസ്മരിച്ചുള്ള ഈ ആചാരത്തിന് രാക്കുളി എന്ന പേര് വന്നു. പിണ്ടി പെരുന്നാൾ. കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ദനഹ പെരുന്നാളിനോടനുബന്ധിച്ച് വീടുകളുടെ മുന്നിൽ വാഴപ്പിണ്ടി നാട്ടി അതിൽ വിളക്കുകൾ തെളിയിക്കാറുണ്ട്. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമായി ഉദിച്ചു എന്ന വിശ്വാസത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. സുറിയാനി സഭാ പിതാക്കന്മാരായ മാർ അപ്രേം, മാർ സേവേറിയോസ് തുടങ്ങിയവരുടെ രചനകളിൽ ദനഹയെ പുതുപ്പിന്റെ പെരുന്നാൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. യേശു വെള്ളത്തിൽ ഇറങ്ങിയതിലൂടെ പ്രപഞ്ചത്തിലെ സകല ജലത്തെയും വിശദീകരിച്ചുവെന്നും അതിലൂടെ മനുഷ്യരാശിയുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന മാമോദീസായ്ക്ക് പുതിയ അർത്ഥം കൈവന്നുവെന്നും സഭ പഠിപ്പിക്കുന്നു. വത്സലനന്ദനാണിവനെന്നാർത്താൻ വാനത്തിൽ